സത്യത്തിൽ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ദൈവം, ഈ പ്രപഞ്ചത്തെ മനുഷ്യരൊക്കെ സൃഷ്ടിച്ചത് തന്നെ അവന്റെ വഴിയിലേക്ക് ആളുകളെ നയിക്കാനാണ്. എല്ലാവർക്കും വളരെ സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ ദൈവം സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് നോ കോംപ്രമൈസ്, നോ ചാൻസ്, അതർ ചാൻസ് ഇല്ല. ഒരു കീഴടങ്ങിയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഈ ജന്മം കീഴടങ്ങിയാൽ അത്രയും സുന്ദരമാക്കി മാറ്റാൻ പറ്റും. എൻട്രി ചെയ്യാല്ലേ നമ്മള്? എന്നാൽ പോലും ഈ നിമിഷം ഞങ്ങളോട് സംസാരിക്കുന്ന നിമിഷം പോലും ഈ യാത്ര ശരിക്കുണ്ട് എന്നുള്ള ഒരു അത്രയും ഉറച്ച വിശ്വാസത്തിലേക്ക് എത്താൻ സമയമെടുക്കും. പൊതുവെ ഒരു മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു ഡൗട്ട്ഫുൾ എനർജി ആയിരിക്കും എല്ലാത്തിലും. പക്ഷെ അവർ കാര്യത്തിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ 100% ഓക്കെ ആകും. ഓക്കെ ആകാൻ സമയമെടുക്കും, വിശ്വസിക്കാൻ സമയമെടുക്കും. വിശ്വസിച്ചാൽ പാറ പോലെ ഉറച്ചിട്ടും എന്നുള്ളതാണ് ഒരു മാസ്കുലിൻ എനർജിയുടെ പ്രത്യേകത. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് DMന്റെയും അവസ്ഥ. നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ടിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ മാസ്കുലിൻ എനർജിയിലുള്ള വ്യക്തിയാണ്. ഒരു DFന് എന്തൊക്കെ കാര്യങ്ങൾ മാസ്കുലിനോട് ചോദിക്കാനുണ്ടാവും? ഈ ടിൻ ഫ്ലെയിം ജേണിയെ പറ്റിയുള്ള വിവരങ്ങൾ ഇതൊക്കെ എന്നിലൂടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സർ, നമസ്കാരം. എങ്ങനെയാണ് സ്പിരിച്വൽ പാത്തിലെത്തിയത്? ചെറിയ ചൈൽഡ്ഹുഡ് കാലം മുതൽ തന്നെ ഈ സ്പിരിച്വൽ പ്ലേസുകൾ, അതുപോലെ സ്പിരിച്വൽ ആക്ടിവിറ്റീസുകളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളതിന്. പിന്നെ പഠനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ചുകൾ നടത്തി. പിന്നീട് റാണിക്കീനെ റഹാത്തിക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടി. സോൾ റിയലൈസേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെയാണ് സ്പിരിച്വൽ പാത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് എപ്പോഴാണ് മനസ്സിലായത്? നിങ്ങളുടെ ഒരു കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ജേണി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുക. എന്നാൽ പോലും ഒരു DMനെ സംബന്ധിച്ച് ഒരുപാട് കാലം അങ്ങനെ ഒരു ജേണി ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നീട് ഒരു റിയലൈസേഷനിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ കൗണ്ടർ പാർട്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടൊരു സൂചന തന്ന്. പിന്നെ അതുമായി ഓൾറെഡി സ്പിരിച്വൽ റിസർച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജേണി ഉണ്ട്, ഇതെന്താണ് എന്നുള്ള റിസർച്ചിലൂടെയാണ് ഈ ജേണിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജേണിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഫെമിനിൻ എനർജി വേഗം ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ എനിക്ക് ആത്മീയമായിട്ടുള്ള ഒരു അറിവ് ചെറുപ്പത്തിലേ ഇല്ലായിരുന്നു. സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൂടി സ്പിരിച്വൽ നോളജസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ലൈഫ് കുട്ടിക്കാലം തൊട്ട് ഒരു 33 ഇയേഴ്സ് വരെ വളരെയധികം സ്ട്രഗിൾസിലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ഡാർക്ക് നൈറ്റ് ഓഫ് സോളിന് ശേഷമാണ് നമ്മൾ ഈ സോൾ റിയലൈസേഷനിലൊക്കെ വരുന്നത്. ദെൻ പിന്നെയും 2 മാസങ്ങൾക്ക് ശേഷമാണ് ടിൻ ഫ്ലെയിം ജേണി ആണെന്നൊക്കെ മനസ്സിലാവുന്നത്. അതിനുശേഷം ഞാൻ വേഗം പെട്ടെന്ന് തന്നെ ആ ജേണി ആക്സെപ്റ്റ് ചെയ്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാണ് ചെയ്തത്. അപ്പം അതുപോലെ നിങ്ങളും ഈ ജേണീനെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു. ഓൾറെഡി ഒരു സ്പിരിച്വൽ പാത്തിലുള്ള വ്യക്തി എന്ന നിലയിൽ ജേണി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റിനെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജേണിയെക്കുറിച്ച് കൂടുതൽ അവെയറാണ് അനുസരിച്ച് നമുക്ക് കൂടുതൽ സ്ട്രഗിൾ വരുന്നുണ്ട്. അപ്പോൾ ജേണി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചെറിയ റിസ്കുകൾ ഉണ്ടാവും. പിന്നീട് മനസ്സിലായി നമ്മൾ ബോഡി അല്ലാന്നും നമ്മളൊരു സ്പിരിച്വൽ മിഷനുള്ള ഒരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പിന്നെ എത്തുകയാണ്. എന്നാൽ പോലും ഈ നിമിഷം ഞങ്ങളോട് സംസാരിക്കുന്ന നിമിഷം പോലും ഈ യാത്ര ശരിക്കുണ്ട് എന്നുള്ള ഒരു അത്രയും ഉറച്ച വിശ്വാസത്തിലേക്ക് എത്താൻ സമയമെടുക്കും. പൊതുവെ ഒരു മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു ഡൗട്ട്ഫുൾ എനർജി ആയിരിക്കും എല്ലാത്തിലും. പക്ഷെ അവർ കാര്യത്തിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ 100% ഓക്കെ ആകും. ഓക്കെ ആകാൻ സമയമെടുക്കും, വിശ്വസിക്കാൻ സമയമെടുക്കും. വിശ്വസിച്ചാൽ പാറ പോലെ ഉറച്ചിട്ടും എന്നുള്ളതാണ് ഒരു മാസ്കുലിൻ എനർജിയുടെ പ്രത്യേകത. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് DMന്റെയും അവസ്ഥ. അപ്പോൾ ഈ സ്പിരിച്വൽ പാത്തിൽ ഓൾറെഡി പ്രാണിക് ഹീലിംഗിലൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇത് ഈ ജേണിയെ ഉൾക്കൊള്ളാൻ സാധിച്ചതെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഒരു സ്പിരിച്വൽ നോളജും ഇല്ലാത്ത, ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു ഡിവൈൻ മാസ്കുലിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഈ ജേണിയിലേക്ക് അല്ലെങ്കിൽ പാത്തിലേക്കൊക്കെ വരുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? DM സ്പിരിച്വൽ പാത്തിൽ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് അവരതിൻ്റെ സത്യം തേടി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, പലതരം ട്രീറ്റ്മെൻറ്റുകളും കൗൺസിലിങ്ങിനും ഒക്കെ വിധേയനാക്കപ്പെടും. പല അസുഖങ്ങൾക്കും പല സാമൂഹിക പ്രശ്നങ്ങൾ നേരിട്ട് ജോലിയും മറ്റൊക്കെ പ്രശ്നങ്ങളായതിനു ശേഷം അവരുടെ ആ ഒരു യാത്ര അവർ പിന്നെ എൻഡിലെത്തുമ്പോൾ ഒരു സ്പിരിച്വൽ ഗൈഡൻസിലേക്ക് നയിക്കപ്പെടും.
അങ്ങനെയാണ് പൊതുവെ ആളുകൾ ഇതിലെ സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുക. ഈ ഒരു ഈഗോ ക്ലാഷ്, DM-കൾക്ക് പൊതുവെ ഈഗോകൾ ഉണ്ടാവും. അവരുടെ ഈഗോ ക്ലിയർ കട്ടാണ് ആ നിമിഷം മുതൽ അവര് അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാധാരണ ഒരു DM-ന് ഉണ്ടാവുന്നതാണ് ബോഡി കോൺഷ്യസ്നെസ് ഉണ്ടാവും അല്ലേ? ഭയങ്കര നല്ല ബോഡിയാണെന്നുള്ള ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ ജോലിയെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, സമൂഹത്തിലുള്ള സ്റ്റാറ്റസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാര്യത്തില് അല്ലെങ്കിൽ പല കാര്യത്തിലും താൻ ഭയങ്കര മികച്ചതാണ്, സൗന്ദര്യം, അങ്ങനെ പല ഘടകങ്ങളിലും താൻ മികച്ചതാണ് എന്നുള്ള ഒരു ഈഗോ ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ മൊമെന്റില് ഡിവൈനായിട്ട് തന്നെ ഈ ജേണിയിലേക്കൊക്കെ കടന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവിധ ഈഗോയും തകർത്ത് കളയുന്ന ഒരു ഫേസ് ആ DM-ന് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? യെസ്, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുക. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, സോൾ റിയലൈസേഷൻ എന്ന് പറയുന്നത്, ഐ ആം നോട്ട് എ ബോഡി, ഞാൻ ബോഡിയല്ല, ബോഡിയുമായി ബന്ധപ്പെട്ട അല്ല, ഈ ഭൗതികമായിട്ടുള്ളതൊക്കെ ഒരു മായയാകുന്ന ചിന്തയിലേക്ക് എത്തും. അത് ഈ പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിലേക്ക് നയിക്കും. ദൈവം അതിനെ വഴിയൊരുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം പെയിൻ ആയിരിക്കും. നമ്മൾ പലരും DF ആയാലും DM ആയാലും ഈ ജേണിയിൽ ഇട്ടുപോയി വീണ്ടും ബ്രെയിനിന്റെ പഴയ പാറ്റേൺ ആണ് 3D ലൈഫ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ 3Dയിലേക്ക് അതായത് ഈ ജേണിയിലേക്ക് ഒരാള് മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി എൻ്റെ ഒരു പർപ്പസ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സ് അവരെ വിടൂല. സത്യത്തിൽ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ദൈവം ഈ പ്രപഞ്ചത്തെ മനുഷ്യരൊക്കെ സൃഷ്ടിച്ച് തന്നെ അവൻ്റെ വഴിയിലേക്ക് ആളുകളെ നയിക്കാനാണ്. എല്ലാവർക്കും വളരെ സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ ദൈവം സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും, അവർക്ക് നോ കോംപ്രമൈസ്, നോ ചാൻസ്, അതർ ചാൻസ് ഇല്ല. ഒരു കീഴടങ്ങിയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഈ ജന്മം കീഴടങ്ങിയാൽ അത്രയും സുന്ദരമാക്കി മാറ്റാൻ പറ്റും. സറണ്ടർ ചെയ്യാല്ലേ? നമ്മുടെ ലൈഫിൽ ഒന്നിനെയും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഈ 3Dയിലുള്ള എന്ത് കാര്യത്തെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നോ അത് നമ്മുടെ നിന്ന് ദൈവം തട്ടിപ്പറിക്കും എന്നുള്ളതാണ്. തട്ടിപ്പറിക്കും. അതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം സ്പിരിച്വൽ ടീച്ചിങ്സിലും പ്രാക്ടീസസിലേക്കും സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് സജീവമാകുക. അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ബോധ്യത്തിൽ നമ്മൾ പുറത്തു പോകരുത്. വെറും പ്രാക്ടീസുകൾ ഇപ്പം നടക്കുന്നുണ്ട്, അതിലേക്ക് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ജേണി വൈസ് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ പലയിടത്തുനിന്നും നോളജ് നമുക്ക് ആവശ്യമുള്ള ഒരു നീഡ്സ് എന്നാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണേ. സ്പിരിച്വൽ നീഡ്സിന് നമ്മൾ ഈ കൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ അങ്ങനെ നടക്കാൻ ശ്രമിക്കലാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഒഴിഞ്ഞു മാറിയാൽ അതിനനുസരിച്ചുള്ള സ്ട്രഗിൾ ഉണ്ടാവും. കാരണം യൂണിവേഴ്സ് ഈ പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവനെ വെളിപ്പെടുത്താനല്ല, ഈ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. അത് വെളിപ്പെടുത്തേണ്ട നിയോഗം മനുഷ്യർക്കുണ്ട്. മനുഷ്യരെ കൂടുതൽ സെലക്ട് ചെയ്ത മനുഷ്യനെ ഒരിക്കലും ഒഴിവാൻ കഴിയില്ല. ഒഴിവാൻ ശ്രമിക്കുന്നവരാണ് പിടിച്ചു മുറുക്കും. അതാണ് സത്യം. അപ്പൊ എന്തിന്റെ പേരിലാണ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? അത് തന്നെ അവിടെ കൊളാപ്സ് ആവും എന്നുള്ളതാണ്. അത് ആ നിമിഷം അല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ തിരിച്ചറിയാൻ ബുദ്ധിയുള്ള ആൾ വേഗം തന്നെ എല്ലാം ആയുധങ്ങൾ കീഴടങ്ങി വെച്ച് അവനാൻ്റെ ഈഗോ ഒക്കെ ക്യാൻസൽ ചെയ്ത് വരിക നല്ല. അല്ലെങ്കിൽ ദൈവം അത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയി ആകെ പ്രശ്നങ്ങളായിട്ട് മാറും. അങ്ങനെയാണ് പൊതുവെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും പല ആളുകളും കൗൺസിലിംഗ് മറ്റൊക്കെ വരുന്ന കേസുകൾ, അങ്ങനത്തെ കേസുകളാണ് കൂടുതലും. അതെ, ഞാനും സെഷനിൽ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സറണ്ടർ ചെയ്യൂ. പേടിക്കുന്ന കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്ത് വെക്കരുത്. നമ്മളോടൊപ്പം ഉണ്ടാവേണ്ടതാണെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാവും. അത് നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. അതിപ്പോൾ ആരായാലും, ഇപ്പോൾ നമ്മുടെ ഫാമിലി ആയാലും കരിയർ ആയാലും ഹെൽത്ത് വൈസ് ആയാലും എന്തായാലും നമുക്ക് എന്താണ് നമ്മളിൽ നിന്നും നഷ്ടമാക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ വൈബ്രേഷൻ ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ലോ വൈബ്രയുള്ള പലതും നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അല്ലേ? പിന്നെ നമ്മളെ ചുറ്റിനുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ ലൈഫിൽ പല നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. അപ്പൊ അതിനെയൊക്കെ സറണ്ടർ ചെയ്യുക, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ഉൾക്കൊള്ളുക. നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ലോ വൈബിലുള്ളത് പോകും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് സറണ്ടർ ചെയ്താൽ മാത്രം കുറച്ച് പ്രയാസമായിരിക്കും, ആദ്യമൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷെ അത് സ്പിരിച്വൽ പ്രാക്ടീസസും അത്തരം നോളജും ഞാൻ ആരാണ്, ഹു ഐ ആം എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പം പ്രശ്നം ഉണ്ടാവില്ല. അത് തിരിച്ചറിയാത്ത കുഴപ്പമാണ് ഈ പ്രശ്നം മൊത്തം. സോളിനെ കുറിച്ച് അറിയാം. സോൾ എന്തിനാണ് ഇവിടെ വരുന്നത്? ആക്ച്വലി ഈ തേർഡ് വേൾഡിലുള്ള ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് അൾട്ടിമേറ്റ്ലി കുറെ ലെസൺസ് പഠിക്കാനുണ്ട്, ഇവോൾവ് ചെയ്യാനുണ്ട്, മോക്ഷത്തിലേക്ക് എത്താനുണ്ട്. അപ്പൊ അതിനു മുന്നേ പിന്നെ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ദൈവം യൂണിവേഴ്സ് വളരെ കരുണയുള്ള വ്യക്തിയാണ്, കരുണയുള്ള ആളാണ്. ആ കാരുണ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആ യൂണിവേഴ്സിനേക്ക് വളരെ നിഷ്കളങ്കമായി സമീപിക്കുക. ദൈവമേ അല്ലെങ്കിൽ പടച്ചോനെ, എൻ്റെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം,
ആ രീതിയിൽ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലെസൺസ് പഠിച്ച് മുന്നോട്ട് പോവാം. പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു, ഇനി മുതൽ ഞാൻ നല്ലതേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ആ ലെസൺ കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. പ്രാണിക് ഹീലിംഗിൻ്റെ ബേസിക് പാഠപുസ്തകത്തിലൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കർമ്മ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക, പഠിക്കേണ്ട പാഠം പഠിക്കുക, ഇനി മുതൽ ഞാൻ നല്ലതേ ചെയ്യൂ എന്നൊക്കെ വിജ്ഞാപിക്കുക. കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും നിയമം ഉപയോഗിക്കുക. ഇത് ചെയ്താൽ പെട്ടെന്ന് തന്നെ സ്പിരിച്വൽ അവൈക്കനിങ്ങും പ്രാക്ടീസിങ്സും ഒക്കെ നടത്തും. നമുക്ക് ഇൻറ്റ്യൂഷൻ കൂടും. അതുപോലെ തന്നെയാണ് ഈ പിന്നെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ നോ പറയാനും ബൗണ്ടറി സെറ്റ് ചെയ്യാനും എനിക്ക് ആവശ്യമുള്ള, അതായത് സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്നൊക്കെ ഉള്ള ആ പാഠങ്ങളൊക്കെ പഠിച്ചത് ഈ ജേണിയിലൂടെയാണ്. പിന്നെ നമ്മുടെ ഗ്രോത്തിലേക്ക് എനിക്ക് തോന്നുന്നത് മോറോവർ നമ്മുടെ എല്ലാ രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് അല്ലേ, എല്ലാ രീതിയിലും. നമുക്ക് സത്യത്തിൽ ഈ ജേണിയിലുള്ള ആളുകൾക്ക് അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും, പക്ഷെ അത് നടക്കൂല. ആ അച്ചീവിൽ ചെയ്യാൻ അവരെത്തണമെങ്കിൽ അവരെ സ്പിരിച്വൽ മിഷനിലേക്ക് കടക്കാം. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും ബ്ലോക്കുകളാണ്. അപ്പോൾ ബ്ലോക്ക് നീക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതോറും ബ്ലോക്ക് കൂടി വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഈ ബ്ലോക്ക് ഇട്ടത് ആരാണ്. ആ ബ്ലോക്ക് ഇട്ട് നോക്കുമ്പോൾ യൂണിവേഴ്സാണ് ബ്ലോക്ക് ഇട്ടല്ലേ, ദൈവമാണ്. ദൈവത്തിലേക്കുള്ള യാത്ര നടത്തുമ്പോൾ ബ്ലോക്കുകൾ തുറന്നു പോകുന്നു. ആരെങ്കിലും ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്, ദൈവം അവന് എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കുന്നു, എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത്. അതാണ് സത്യം. അപ്പോൾ ഓക്കെ.